ഗൈസ് ഓക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഞാനകത്ത് വന്നില്ലായിരിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് റെക്കോർഡറൊന്നും സെക്കൻഡ് പാർട്ടുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് പാർട്ട് ആ പുള്ളിക്കാരി നമ്മൾ ഇവിടെ തന്നെ സ്ക്രീൻഷോട്ടായിട്ട് അരമണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുമായിട്ട് നിന്നൊന്നും നമുക്ക് വേറെ പണിയില്ല. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് നേരെ വണ്ടി എടുത്ത് സ്ഥലം വിടാം. അതായത് പുള്ളിക്കാരി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്കാരുടെ വടി പോലെ എന്തോ ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു. വടിയാണോ ആവോ? പുള്ളിക്കാരി വടി എന്നെ കൊല്ലം ഇവിടെ തന്നെ തെളിഞ്ഞിറങ്ങിയിരിക്കുക തള്ള. ഇതും വെച്ച് നമുക്ക് കൊല്ലണം പുള്ളിക്കാരനെ. വെടിവെച്ച് കൊല്ലണം. അല്ല, വെടിവെക്കാൻ നമ്മുടെ ഗ്രാൻഡ് തൂക്കുമതി. ഇവിടെ ഒരു കല്ലിയാൻ കണ്ടായിരുന്നു ഗൈസ്. ഈ കുളത്തിലോട്ട് നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഇറങ്ങണം ഗൈസ്. പക്ഷെ എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, അത് ഗ്രാനേക്കാളും വലിയ പ്രശ്നമാണ് ഗൈസ്. ബട്ട് അപ്പാപ്പനാണ് കുറച്ചും കൂടെ, അതായത് അവിടുത്തെ അപ്പൂപ്പനാണ് കുറച്ചും കൂടെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പുള്ളിക്കാരൻ ഗ്രാനി നമുക്ക് പതുക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം, അതായത് നടന്ന് ഓടാം. അപ്പാപ്പൻ അങ്ങനെയല്ലോ. അപ്പാപ്പൻ നമ്മൾ ഓടുന്ന ഒരു കാലെടുത്ത് വെക്കാൻ ആ കളവൻ സമ്മതിക്കത്തില്ല. അതാണ് കളവൻ്റെ ബൂട്ടിക്സ്, അതായത് കളവൻ്റെ ട്രിക്ക്. ആ കളവനെ എൻ്റെ കൈക്കിടുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് മുക്കി കൊന്നേനെ. പക്ഷെ അങ്ങനെ മുക്കിക്കൊല്ലാളൊന്നും നമുക്ക്. അയ്യോ, ഇതിവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഈ തള്ള. ഇവിടെ കണ്ട് അമ്പടോ. ഓ ഇന്നോ ഒരുപാടേ തള്ള. നിങ്ങൾക്ക് ബോധം കടാൻ വല്ലേ? അല്ല, ബോധം കടാൻ വരുന്നത് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക തള്ള. ഇന്ന് ഈ തള്ളേനെ ആ കൊല്ലിഞ്ഞ മിക്കവാറും. നമുക്ക് ബ്രിഡ്ജ് കാങ്കായിരിക്കും ചിലപ്പോൾ അവിടെ. നോക്കാം എന്നാ ചെയ്യാനാ ഗൈസ്. ബ്രിഡ്ജ് കാങ്ങൊക്കെ കിട്ടി. അല്ല, ബ്രിഡ്ജ് കിട്ടിയില്ല, അത് കാര്യം. ഈ സാധനം അയ്യോ അതെന്തിനാ എടുത്തിട്ട് ഞാൻ പൊട്ടാൻ ആ ചില്ല് പൊട്ടിക്കാൻ അത് വേണം ഗൈസ്. ഇവനെയൊക്കെ ഇതൊക്കെ കളിക്കുന്ന എന്നെ നിങ്ങൾ തള്ളരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടൺ അങ്ങ് ഞെക്കണം. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ഗൈസ്. ഞാൻ ഒരു വർഷമായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് നിങ്ങളൊക്കെ കിട്ടി ഗൈസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതും വെച്ചൊരു പണിയുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് ഇതും വെച്ച് നേരെ അങ്ങ് പോകാം. നമുക്ക് ധൈര്യം സംഭരിച്ച് നമ്മൾ ഷെഡിങ് അങ്ങ് തുറക്കും, ഉറപ്പാ. ഓക്കെ, തുറക്കാം. ഇങ്ങനെ പോയി നമുക്ക് തുറക്കാം. ഇനി വേറെ ഒന്നും നോക്കാമല്ലോ. നമുക്കിനി നേരെ പ്രത്യേകിച്ചൊന്നും പറയില്ലേ. നമുക്ക് നേരെ എസ്കേപ്പ് ആവാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ. നമുക്ക് കണ്ടതേണ്ട ഇതും കൊണ്ടങ്ങ് പോയി. കൊള്ളാം. ഓക്കെ, ഇതും കൊണ്ട് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് സ്വിച്ച് ഫിറ്റ് ചെയ്യണം. അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇലക്ട്രിക് സ്വിച്ച്, അതായത് ഇലക്ട്രിക് സ്വിച്ച് അല്ല, ജനറേറ്റർ കേബിൾ. ഇലക്ട്രിക് സ്വിച്ച് അപ്പം അതാണ് ഇലക്ട്രിക് സ്വിച്ച്. ഇത് ജനറേറ്റർ കേബിൾ, ഇത് കേബിളാണ് ഗൈസ്. ജനറേറ്റർ ഇതാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇവിടുന്ന് കറണ്ട് പോകുന്നത് കണ്ടോ ഗൈസ്. കറണ്ട് പോയി, അതായത് പോയില്ല, കറണ്ട് വന്ന്. നിങ്ങൾ പ്രാക്ടീസ് മോഡ് കളിക്കുമ്പോൾ നിങ്ങൾ ചെറിയൊരു അബദ്ധത്തിലാകും ഗൈസ്. വേറൊന്നും ഈ ജനറേറ്റർ കേബിൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലിഫ്റ്റ് വർക്കാകത്തില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലിഫ്റ്റ് വർക്കാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചമ്മും ഗൈസ്. അതാണ് ലിഫ്റ്റ് വർക്കാകത്തില്ല. അതങ്ങനെ ഓർമ്മ. ലിഫ്റ്റ് വർക്കാകത്തപ്പോൾ നമ്മൾ ചമ്മും. അതാണ് ഗൈസ് പ്രശ്നം. സുഖമാണോ എല്ലാവർക്കും? പുള്ളിക്കാരിനെ തട്ടണ്ടേ? ഇതും കൊണ്ട് നേരെ പോകാം ഗൈസ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്യാതെ കാണരുത് ഗൈസ്. ഞാൻ വീഡിയോ ഇടുന്നതിന് ഒരു ഗുണമില്ലാതെ വരും ഗൈസ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. ലൈക്ക് ഷെയറൊക്കെ നിങ്ങൾ പോരട്ടെ ഗൈസ്. നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ പോകുന്നവന്മാരുണ്ട്, അവരോടൊക്കെ പറയാം എല്ലാ മച്ചാന്മാരും ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തേക്കണം, അതും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ആ റോബോട്ടിനെ കൂടെ രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റോബോട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ട്രെയിൻ സ്കേപ്പ് അല്ലല്ലോ ഗൈസോ. നമുക്ക് നേരെ ഇങ്ങനെ പറഞ്ഞുവന്ന് എൻ്റെ വായിൽ വെള്ളം പറ്റി കേട്ടോ. അയ്യോ, ഞാൻ പുള്ളിക്കാരി ഇവിടെ എഴുന്നേറ്റ് കാണുമല്ലേ. ഞാൻ ആ കാര്യം മറന്നു. ഞാൻ പ്രാക്ടീസ് മോഡിലാന്ന് പറഞ്ഞാൽ അങ്ങ് ഓടുക. ഞാൻ അങ്ങനത്തെ ഒരു ഓടുന്ന ആളല്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു ഗൈസ്. തള്ള സീന. അതുകൊണ്ടാണ് ഇതുമായിട്ട് പൊക്കോ ക്രോബാർ. അയ്യോ, ഞാനത്ത് ഇത് കിട്ടത്തില്ല, സ്ക്രീൻഷോട്ട് കിട്ടത്തില്ലെന്നാണ് ഞാൻ അയ്യോ കിട്ടിയില്ല പോയി കത്താം. ഞാൻ സ്ക്രീൻഷോട്ട് കിട്ടത്തില്ലെന്ന് വിചാരിച്ച് കിട്ടുകയുമില്ല ഗൈസ്. അതാ ഒട്ടും കിട്ടുകയുമില്ല. അതങ്ങനെ ഇത് നമ്മൾ എസ്കേപ്പ് ആകും.
ഇത് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എസ്കേപ്പ് ആകും. ഓക്കെ, ഒമ്പടാ അടിച്ച് പൊളിച്ച് മച്ചന്മാരെ നമ്മൾ. നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ കമൻറ്റും ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ അതായത് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. ഗേറ്റ് എസ്കേപ്പാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, നമുക്ക് ഗേറ്റ് എസ്കേപ്പിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടല്ലോ. ഈശ്വരാ, ജസ്റ്റ് മിസ് ഇല്ല, ഇപ്പോൾ പെട്ടാനെ പുള്ളിക്കാരി വരുന്നില്ല. എസ്കേപ്പായി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലിഫ്റ്റ് കയറിപ്പോയി. പക്ഷെ സ്ലിംഗ് ഷൂട്ട് എടുക്കണം. അങ്ങനെ ഒരു സ്ലിംഗ് ഷൂട്ട് എടുത്താൽ പുള്ളിക്കാരി മുകളിലോട്ട് കയറി പോകണ സമയമുണ്ട്. ഓക്കെ, നമുക്ക് ബെസ്റ്റ്. ഇവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് സ്ലിംഗ് ഷോട്ട് എടുത്ത് പുള്ളിക്കാരെ തട്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയൊന്നും ചെയ്യാനല്ലോ, നമുക്ക് എസ്കേപ്പ് ആയില്ലേ. ഇനി നമുക്ക് മറ്റേ സാധനം കൂടെ എടുത്താൽ മതി. ഏതാ നമ്മുടെ ഒരു ഇലക്ട്രിക് സ്വിച്ച് ഞെക്കി നമ്മൾ മറ്റേ ഒരു പച്ച സാധനം, അതായത് നമുക്ക് വേണ്ടേ. സോ നമുക്കത് വേണം. ചേട്ടാ, സ്ലിംഗ് ഷൂട്ട് ചെയ്ത് ഏത് വാഴ സ്ഥലത്താണോ? ഞാൻ അവിടെ വിളിച്ചിരിക്കട്ടെ, ഇത് തള്ള വന്ന സീനാകും. ഓക്കെ, നമുക്ക് നോക്കാം. സ്ലിംഗ് ഷൂട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നവർക്ക് ഞാനിവിടെ വന്നതാണ്. അപ്പോഴേക്കും സ്ലിംഗ് ഷൂട്ട് ഒരു തേങ്ങയില്ല. തേങ്ങ പോയിട്ടൊരു തെങ്ങ് പോലും ഇല്ല ഇവിടെ. അയ്യോ, തള്ള വന്ന് നമ്മളെ പിടിക്കുന്ന നമുക്ക് എടാ നമ്മൾ പെട്ട് കേട്ടാ. സ്ലിംഗ് ഷൂട്ട് വെച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല, പെട്ട്. നമ്മൾ നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇതും കൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഇവിടെ ഇല്ലടാ. അപ്പോൾ നമ്മൾ പെട്ട് സ്ലിംഗ് ഷൂട്ടില്ലേ നമുക്ക് തന്നെ. നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ അയ്യോ, പെട്ടെന്ന് ഞാൻ ഓർത്ത് എടാ വാഴ എനിക്ക് എന്നെ കൊല്ലാക്കൊല്ല ചെയ്യിക്കാതെ പുള്ളിക്കാരി വന്നാൽ നമുക്ക് പേടിക്കാറില്ല. ഈ ടെഡി അയ്യോ, എൻ്റെ ഒരു മിതമായ സംശയം വെച്ച് പുള്ളിക്കാരി പെട്ടെന്ന് തഴിക്ക് തൊള്ളാണ് കൊല്ലും. അയ്യോ, പിടിച്ച് ഗൈസ്. തള്ള ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല ഗൈസ്. സോ ഗൈസ്, നമ്മൾ പെട്ട് ഡേ 2 ഉണ്ട്. അതാണ് നമുക്ക് വേണം. നമുക്ക് ഡേ 2 വെച്ച് താഴോട്ട് പോകാം ഗൈസ്. പുള്ളിക്കാരി ഞാൻ അന്നേരം പറഞ്ഞ പുള്ളിക്കാരി ഇവിടെ എങ്കിലും കാണും, താഴെയല്ല. പുള്ളിക്കാരി ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞ ഗൈസ്. കറക്റ്റ് പുള്ളിക്കാരി ഒന്ന് പിടിച്ച് ഗൈസ്, കൊന്ന് നമ്മുടെ റിവെഞ്ച് അടിച്ച് ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്, നമ്മുടെ ഒരു അവസ്ഥയെ. പെട്ടെന്ന് ഇതുകൊണ്ട് പോട്ടെ ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ തുറക്ക് പുള്ളിക്കാരി നമുക്ക് റിവെഞ്ചൊക്കെ അടിക്കാൻ പറ്റുമായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ചത്ത് ഗൈസ്. നമുക്കിനി പ്രത്യേകിച്ച് നമുക്ക് ആ ട്രിക്കോടെ തന്നെ പുള്ളിക്കാരനെ അങ്ങോട്ടൊരു എസ്കേപ്പ് ആയി നമുക്ക് പക പൂക്കണം. ഈ റോബോട്ട് എൻ്റെ പുറകെ വരുന്നുണ്ടോ? പട്ടിയെപ്പോലെ എൻ്റെ പുറകെ വരിക ഗൈസ്. എന്ത് ചെയ്യാനാണ്? വാലാട്ടി ഇവൻ തല ഇറക്കി വരുന്നത്. വാലാട്ടി അല്ല ഗൈസ് വരുന്നത്, ഇവൻ തല ഇറക്കി വരുന്നത്. ഓക്കെ, പുള്ളിക്കാരി വരട്ടെ. ഇതേ പുള്ളിക്കാരി ഗൈസ് അങ്ങോട്ട് പോയി. നമുക്കിനി നേരെ ഒന്നും ചെയ്യല. പറഞ്ഞ ശബ്ദമൊക്കെ പോയി മൊത്തം പോയി. ഞാൻ പറഞ്ഞ നേരത്തെ റോബോട്ട് വരും വാലാട്ടിയല്ല ഗൈസ്, തലയാട്ടിയാണ്. നമുക്കിനി നേരെ മുകളിലോട്ട് പോയിട്ട് നമുക്കൊരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇവിടെ വെച്ചാണ് ഗൈസ് ആ പുള്ളിക്കാരിനെ കൊന്നത്. മോസ്ട്രാപ്പോടെ ഇട്ടുകൊണ്ടാണ് ഗൈസ് ആ പുള്ളിക്കാരി എന്നെ പിടിച്ചത്. തള്ളയെ നിങ്ങളെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ അപ്പാപ്പൻ്റെ തൊക്കച്ച് വെച്ച് കൊല്ലും ഗൈസ്. ഞാനൊരു അതിൻ്റെ ഇടയ്ക്ക് അപ്പാപ്പൻ വരുവാണെങ്കിൽ നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്. ബോത്താകുമ്പോൾ ഇപ്പം നമ്മുടെ ഗ്രാനിനെ കൊന്ന അപ്പാപ്പൻ അതുവഴി ഒന്ന് നമ്മളെ തല്ലും. അത് നമ്മളെ വെടി വെച്ച് കൊല്ലുമല്ലേ. അല്ലെ ഇപ്പം ഗ്രാൻഡ്പേനെ കൊന്ന് പെട്ടെന്ന് നമുക്ക് ഗ്രാനിനെ കൊല്ലുവാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യം. നമുക്ക് എസ്കേപ്പ് ആകാനുള്ള സമയമായി. ഓക്കെ, നമുക്ക് എസ്കേപ്പ് ആയി. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ കൊല്ലും ഉറപ്പായി. എനിക്ക് കൊല്ലാനുള്ള സമുദ്രാലയങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. നമുക്ക് എസ്കേപ്പായി. യെസ്, ദേ നിൽക്കുന്ന തള്ള അവളുടെ ആ പുള്ളിക്കാരുടെ കൊച്ചുമോളുമായിട്ട്. കൊച്ചുമോളാണോ ഗൈസ്? ആരോ ആണ് ഗൈസ്. ആരോ ആണ് ഗൈസ്. ഞാൻ എസ്കേപ്പ് ആയി. ഓക്കെ ബൈ. ശരി എന്നാൽ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ട്രെയിൻ എസ്കേപ്പായിട്ട് സെക്കൻഡ് പാർട്ടാണിത്. ഇതിൻ്റെ ട്രെയിൻ എസ്കേപ്പായിട്ട് അടുത്ത പ്രാവശ്യം വരികയാണ് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ശരി.